ലാ യഹില്ലുൽ മുസ്ലിം, ഒരു മുസ്ലിമായ മനുഷ്യനിക്ക് അനുവദനീയമല്ല അൻ യഹ്ജുറ അഖാഹു ഫൗക 3 ലയാൽ. ഹബീബാ നബി തങ്ങൾ പറയുകയാണ്, 3 ദിവസത്തിലേറെ ഒരു സഹോദരനുമായി മിണ്ടാതെ നിൽക്കുക എന്നുള്ളത് അനുവദനീയമല്ല. യൽതഖിയാനി ഫയുഇരിദു ഹാദാ വയുഇരിദു ഹാദാ, രണ്ടുപേരും കണ്ടുമുട്ടിയാൽ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം തിരിഞ്ഞ് നടന്നു പോകും. അതാണ് പിണങ്ങുക എന്ന് പറഞ്ഞാൽ. ചില ആൾക്കാർ പറയാറുണ്ട്, ഞാൻ പിണങ്ങിയിട്ടൊന്നുമില്ല, എന്നാൽ ഓൽ രണ്ടാൾ കണ്ടാലോ, ഒരാൾ അപ്പുറത്തൂടെ വരികയാണെങ്കിൽ ഒരാൾ അപ്പുറത്തൂടെ പോകും. ഒരാൾ ഒരു കല്യാണത്തിന് കൂടിയാ മറ്റാൾ കല്യാണത്തിന് കൂടൂല. എന്നിട്ട് എന്താണ്, ഞാൻ പിണങ്ങിയിട്ടൊന്നുമില്ല, ഞാൻ തെറ്റിയിട്ടൊന്നുമില്ല. പിണക്കം എന്ന് പറഞ്ഞാൽ തന്നെ അതാണ്. അയാൾ അങ്ങോട്ട് നടക്കും, ഇയാൾ ഇങ്ങോട്ട് നടക്കും, മിണ്ടൂലവര്. അങ്ങനെ ചെയ്യുക എന്നുള്ളത് ഒരിക്കലും ഒരു മുസ്ലിമിന് യോജിച്ചതല്ല. മുസ്ലിമാണോ പിണങ്ങാൻ അവനിക്ക് കഴിയുകയില്ല. ഇനി ആരെങ്കിലും അങ്ങനെ പിണങ്ങിയാൽ, പിണക്കം എന്നുള്ളത് സ്വാഭാവികമാണല്ലോ, പിണങ്ങാതിരിക്കുകയില്ല. പിണക്കമുണ്ടാകും മനുഷ്യനാകുമ്പോ, ഇണക്കവും ഉണ്ടാവും പിണക്കവും ഉണ്ടാവും. അങ്ങനെ പിണങ്ങിക്കഴിഞ്ഞാൽ രണ്ടുപേരിൽ നിന്ന് ഏറ്റവും ഹൈറായ ആളാരാണ്? അല്ലതി, ഒരുത്തനാണ്. എങ്ങനത്തെ ഒരുത്തനാണ്? യബ്ദഉ ബിസ്സലാമി, നമ്മളൊക്കെ ഭാഷയെ പറയണ തൊണ്ണെന്നില്ലേ, എന്ത്, ഞാൻ ഓനോട് മുണ്ടാന്നിട്ട് അങ്ങനെ സലാം പറയാം, ഒരു പൊണ്ണനായി പോയല്ലോ. ഓനാണ് ഏറ്റവും നല്ലവനെന്ന് മുഹമ്മദ് മുസ്തഫ. സലാം കൊണ്ട് ആരാണോ തുടങ്ങുന്നത് അവനാണ് ഏറ്റവും നല്ലവനെന്ന് മുഹമ്മദ് മുസ്തഫ. ഏറ്റവും നല്ലവരാ. പിണങ്ങി ആരെങ്കിലും നീ പിണങ്ങി നല്ലവരാവാൻ വേണ്ടി പിണങ്ങിയിട്ട് മുണ്ടണ്ട. അതായത് പിണക്കമുണ്ടെങ്കിൽ, ആരെങ്കിലും പിണങ്ങി നിൽക്കുന്നവരുണ്ടെങ്കിൽ അവരുമായിട്ട് വേഗം പോയിട്ട് മിണ്ടണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിന്റെ ഹബീബാ നബി തങ്ങൾ പറയുകയാണ്, ഈ ഹദീസ് ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്, സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്ന ശൈത്താന ഖദ് യഅബുദുൽ മുസല്ലൂന ഫീ ജസീറത്തിൽ അറബി, ഈ അറബ് രാജ്യത്തിൽ എന്നെ അല്ലാതെ, അല്ലാഹുവിനെ അല്ലാതെ വേറെ ഒരാളെയും മനുഷ്യന്മാര് ആരാധിക്കൂല എന്നുള്ളത് ഇബ്ലീസിനറിയാം, ശൈത്താൻ അറിയാം. മക്കയിലും മദീനയിലും അല്ലാഹുവിനെ അല്ലാതെ വേറെ ഒരാളെ ആരാധിക്കൂല. ആ സമയത്തിലെ പിശാച് ചെയ്ത പണി എന്താണെന്നറിയോ? വലാകിൻ ഫിത്തഹരീശി ബൈനഹും, അവരുടെ ഇടയിൽ ഭിന്നിപ്പുകൾ ഉണ്ടാക്കുക മാത്രമാണ് ആര് ചെയ്യുന്നത്? ശൈത്താൻ ചെയ്യുന്നത്. കാരണം ഭിന്നിച്ചു കഴിഞ്ഞാൽ നിസ്കരിച്ചുകൊണ്ട് ഫലല്ല, തെറ്റിയാല് നോമ്പോറ്റുകൊണ്ട് ഫലല്ല, തെറ്റിയാല് തസ്ബീഹ് ചൊല്ലിയോണ്ട് ഫലല്ല. അത് ശൈത്താൻ അറിയാം. അപ്പൊ ശൈത്താൻ ചെയ്ത പണി എന്താണെന്നറിയോ? വേറെ ആരെ കൊണ്ട് ആരാധിപ്പിച്ചതല്ല, തെറ്റിപ്പിക്കുക, പരസ്പരം പിണക്കിപ്പിക്കുക, തമ്മാടിത്തരം ഉണ്ടാക്കുക. ഇതുകൊണ്ട് പിന്നീട് ഒരു ആരാധനയും സ്വീകരിക്കുകയില്ലല്ലോ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. മൂന്നാമത്തെ ഹദീസ്, നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ യഹില്ലുൽ മുസ്ലിം, മുസ്ലിമിന് അനുവദനീയമല്ല അൻ യഹ്ജുറ അഖാഹു ഫൗക 3, 3 ദിവസത്തിലേറെ പിണങ്ങി നിൽക്കുക. ഫമൻ ഹജറ ഫൗക 3, ആരെങ്കിലും 3 ദിവസത്തിലേറെ മിണ്ടാതെ നിന്നാൽ, ഫമാത, മിണ്ടാത്ത ആള് മരിക്കുകയും ചെയ്താൽ, ദഖലന്നാർ, യദ്ഖുലു എന്നല്ല ഇവിടെ പറഞ്ഞത്, ദഖലന്നാർ, അവൻ നരകത്തിൽ പ്രവേശിച്ചിട്ടുണ്ട്. എത്ര തന്നെ നോമ്പ് വെച്ചിട്ടും കാര്യമില്ല. പിണങ്ങി 3 ദിവസത്തിലേറെ ഒരാളോട് പിണങ്ങി, ആ പിണങ്ങിയ ആള് മിണ്ടാതെ മരിച്ചുപോയ, ദഖലന്നാർ, അവർ നരകത്തിൽ കടന്നു എന്ന് റസൂലുള്ളാഹ്. നരകത്തിൽ കടന്നു, അവർ നരകത്തിൽ കടന്നു. സുബ്ഹാനല്ലാഹ്. ഈ ഹദീസ് ബുഖാരി ഇമാം ഉദ്ധരിച്ച ഹദീസാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുവേ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. അപ്പൊ ഒരാളോട് നമ്മൾ തെറ്റരുത്, നമ്മൾ ഒരാളോടും പിണങ്ങരുത്. അപ്പൊ ഉസ്താദേ, ഞാൻ എത്ര മിണ്ടിട്ടോ അങ്ങോട്ട് മിണ്ടണില്ല, അതിന് നമ്മൾ ഉത്തരവാദിയല്ല. നമ്മളോട് ഒരാൾ തെറ്റിയാൽ അവനോട് സലാം പറയാ, അല്ലെങ്കിൽ നമുക്ക് മടി ഉണ്ടെങ്കിൽ അവനോട് ഫേസ് ചെയ്യാൻ മടി ഉണ്ടെങ്കിൽ അവനിട്ടൊന്ന് ഒരു ഫോൺ ചെയ്തെങ്കിലും അസ്സലാമു അലൈക്കും എന്ന് പറയാ, ഞാൻ ഒരുപാട് എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്, ജിങ്ക് പൊരുത്തപ്പെട്ടു തരണം എന്നവനോട് ഒരു വാക്ക് പറയാ. ഏത് പിണങ്ങിയും 3 ദിവസം പിണങ്ങി കഴിഞ്ഞാൽ 4ാമത്തെ ദിവസം പിണങ്ങാനൊരു മടി ഉണ്ടെങ്കിൽ, മിണ്ടാനൊരു മടി ഉണ്ടെങ്കിലും മിണ്ടിക്കഴിഞ്ഞാൽ ഓലത്ര ചങ്ങായിമാരാകുന്ന വേറൊരാളും ഉണ്ടാകുകയും ഇല്ല.
ലാ യഹില്ലുൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യനിക്ക് അനുവദനീയമല്ല അൻ യഹ്ജുറ മുഅ്മിനൻ ഫൗഖ സലാസ്, 3 ദിവസത്തിലേറെ മിണ്ടാതെ നിൽക്കുക എന്നുള്ളത്. ഫഇൻ മറത്ത് ബിഹി സലാസുൻ ഫൽയൽഖഹു ഫൽയുസല്ലിം അലൈഹി, അവന്റെ മേൽ സലാം പറയണം. അങ്ങനെ മുണ്ടാതെ നിന്ന് കഴിഞ്ഞാൽ ആ മുണ്ടാത്ത ആളെ കണ്ടാൽ ഉടനെ തന്നെ സലാം പറയണം. ഫൈൻ റദ്ദ അലൈഹി സലാം, അന്റെ സലാം അയാൾ മടക്കുകയാണെങ്കിൽ ഫഖദ് ഇശ്തറക ഫിൽ അജ്രി, കൂലിയുടെ വിഷയത്തിൽ രണ്ടുപേരും സമന്മാരാണ്. അതായത് വടകരയുള്ള രണ്ടാൾക്കാർ ഒരു തെറ്റൂല തെറ്റാതിരിക്കട്ടെ, ഒരു രണ്ടുപേരും തെറ്റി. സപ്പോസ് ഉദാഹരണം തെറ്റിയപ്പോൾ 3 ദിവസത്തിലേറെ കഴിഞ്ഞപ്പോൾ ഒരാൾ മറ്റേയാളെ കണ്ടപ്പോൾ പറഞ്ഞു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, ഉടനെ തന്നെ മറ്റേയാൾ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ് എന്ന് രണ്ടാളും പറഞ്ഞാൽ അവർ രണ്ടുപേരും കൂലിയുടെ വിഷയത്തിൽ സമന്മാരായി എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഒപ്പമായി സ്വർഗത്തിലേക്ക് അല്ലാഹു കടത്തുന്നതാണ്. ഇനിയോ വഇൻ ലം യറുദ്ദ അലൈഹി, നീ പറഞ്ഞ സലാം മറ്റേയാൾ മടക്കിയിട്ടില്ലെങ്കിലോ ഫഖദ ബഅ ബിൽ ഇസ്മി, നീ കുറ്റത്തിൽ നിന്ന് ഒഴിവായിട്ടുണ്ട്. അതായത് നീ സലാം പറയലോടുകൂടെ നീ എന്തായി? കുറ്റത്തിൽ നിന്ന് ഒഴിവായി. അയാൾ സലാം മടക്കിയിട്ടില്ലെങ്കിൽ അയാൾ ആരായി? കുറ്റക്കാരനായി. മാത്രമല്ല പിണങ്ങിയവരോട് സലാം പറയുമ്പോൾ ആരാണോ പിണങ്ങിയത് അയാൾ സലാം പറയുന്ന സമയത്തിൽ ആ സലാമ് മറ്റേയാൾ മടക്കിയിട്ടില്ലെങ്കിൽ ഒരു വിഷമവും വേണ്ടതില്ല. ഹബീബാ നബി തങ്ങൾ മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട്, പിണങ്ങിയ ഒരാള്, ഇപ്പൊ ഞാനും ഷഫീവും പിണങ്ങിയിട്ടില്ല, പിണങ്ങാതിരിക്കട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഞാനും ഷഫീവും പിണങ്ങിന്ന് കൂട്ട സപ്പോസ്. അങ്ങനെ ഞാൻ ഷഫീവിനോട് പറഞ്ഞു, ഷഫിയെ നമ്മളിങ്ങനെ തെറ്റി നിന്നിട്ട് കാര്യമില്ലല്ലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അപ്പൊ ഷഫീ സലാമൊന്നും മടക്കാതെ വലിയ സലാം പറഞ്ഞിട്ട് വലിയ കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് മുമ്പരാക്ക നടന്നാണ്ട് ഷഫീ തിരിഞ്ഞാണ്ട് പോയി. എന്നാ ഒരു പേടിയും പേടിക്കണ്ട, എന്റെ സലാമിന് ഞാൻ നന്നാവണ്ട, ഷഫീ ആയിക്കോട്ടെ. കാരണം ഞാനൊരു മേലെ നിൽക്കുക, ഷഫീ താ നിൽക്കണ്ടല്ലോ. ഷഫീ എന്നോട് സലാം പറഞ്ഞു, ഞാൻ എന്താക്കി സലാം പറയാതെ അഹങ്കരിച്ച് അങ്ങോട്ടും തിരിഞ്ഞുപോയി. ഞാൻ തിരിഞ്ഞുപോയി. എന്നാൽ ഷഫീഹെ നീ പേടിക്കേണ്ടതില്ല, നിന്റെ സലാമിന് ആര് മടക്കിയിട്ടുണ്ട്? ആകാശത്തിലും ഭൂമിയിലുള്ള സകല മലക്കുകളും ആ സലാം മടക്കുന്ന. നിങ്ങൾക്ക് തിരിഞ്ഞോ? ഷഫീവ് ഞാനും തെറ്റി സപ്പോസ് ആണ്, ഷഫീവ് ഞാനും തെറ്റിയിട്ട് 3 ദിവസം കഴിഞ്ഞു. ഷഫീ എന്നോട് സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും ഉസ്താദേ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ജിന്നോട് മുണ്ടൊന്നും വേണ്ട, ഞാൻ എന്നോട് മെയിൻ്റൊന്നും ചെയ്യാനില്ല, ജിന്നെ മരിച്ചാൽ എന്റെ മുഖത്ത് നോക്കണ്ട. ഞാൻ പിരിഞ്ഞു പോയാൽ ഷഫീന്റെ ആ സലാമിന് ആരും മടക്കും? നിങ്ങൾ പറയും. സകല മലക്കളും സലാം മടക്കുന്ന. വഅലൈക്കും അസ്സലാം ഷഫീയെ, വഅലൈക്കും അസ്സലാം ഷഫീയെ, വഅലൈക്കും അസ്സലാം ഷഫീയെ, വഅലൈക്കും അസ്സലാം ഷഫീയെ. ഷഫീനോട് ഇങ്ങനെ സലാം മടക്കുന്ന. അതുവഴി ഷഫീ ഉയരങ്ങളിലേക്ക് എത്തിപ്പെടും. നേരെ മറിച്ച് എന്നോടോ ഞാൻ പിണങ്ങിപ്പോയില്ലേ, അപ്പൊ ഞാൻ വലിയ എന്റെ മനസ്സിൽ എന്താണ്, എന്നോട് സലാം പറഞ്ഞപ്പോ ഞാൻ അങ്ങനെ വലിയ അഹങ്കരിച്ചു പോകണല്ലേ. എന്നാൽ എന്നോട് എന്നോട് ഭൂമിയിലുള്ള സകല പിശാചുക്കളും എന്റെ കൈ പിടിച്ചിട്ട് എന്നോട് സലാം പറയുന്നതാണ്. സകല പിശാചുക്കളും എന്നോട് സലാം പറയും. പിന്നീട് എനിക്ക് എന്റെ ജീവിതത്തിൽ നന്നാവാനുള്ള അവസരങ്ങൾ തടയപ്പെടും. നിസ്കാരത്തിൽ ഭക്തി ഉണ്ടാവുകയില്ല. കലിമ ചൊല്ലുമ്പോ മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ കഴിയില്ല. കാരണം നമ്മുടെ ചങ്ങായിമാർ മുഴുവൻ ആരായിരിക്കും? ശൈത്താന്മാരായിരിക്കും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഇന്നത്തെ പാഠം ഇതാണ്, പിണങ്ങരുത്. പിണക്കം നല്ലതല്ല. പിണക്കം ആരെങ്കിലും പരസ്പരം പിണങ്ങിയവരുണ്ടെങ്കിൽ മിണ്ടാൻ ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.